എം റൈസ് അപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു തലത്തിൽ ഉയരാനുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മുടെ പല സെക്ഷനുകളിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ അതൊക്കെ മേലെയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. നമുക്കറിയാം, വിജയമുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെല്ലാം നോക്കുകയാണെങ്കിൽ അവരെല്ലാം തന്നെ നിരന്തര പരിശീലനങ്ങളിലൂടെ, ഇപ്പൊ പി ടി ഉഷ ഒളിമ്പിക്സിൽ ഓടിയത് ഒരു ദിവസം എഴുന്നേറ്റങ്ങ് ഓടുകയല്ല, ഇത് നിരന്തരമായി പരിശീലനങ്ങൾ നടത്തിയിട്ടാണ്, പലവിധ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് വിജയം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് ലീഡർ, എല്ലാവർക്കും മാതൃകയായ ലീഡർ. കാര്യം അദ്ദേഹം നിരവധി വിദേശ യാത്രകളാണ് മോഡി കെയർ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളെപ്പോലെ കടന്നു വന്നത് നേടിയത്. ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളും, അത് അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിനിടയ്ക്ക്, പല ലക്ഷ്യങ്ങളും മോഡി കെയർ എന്ന് പറയുന്ന ഈ ബിസിനസ് സംരംഭത്തിലൂടെ പാർട്ട് ടൈമായി നേടിക്കൊണ്ട്, ഫാമിലിയായി വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഒരു നല്ല ടീമിനെ മുന്നോട്ട് നയിച്ച് ഏവർക്കും മാതൃകയായ ഗ്രേറ്റ് സീനിയർ ലീഡർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസർ ഖാൻ സാറിനെയാണ് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നത്. സാറിന്റെ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ കാതോർക്കുകയാണ്. ഹലോ, കേൾക്കാം സാർ, കേൾക്കാം സാർ, സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. നമസ്കാരം. വെൽക്കം. സാർ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് വിതിരയിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാമിന് അസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ സാറ് എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് നാസർ ഖാൻ. ഞാൻ വിതിരയ്ക്ക് അടുത്ത് തൊളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ ബിസിനസ് ഇന്നത്തെ മീറ്റിംഗ് പങ്കെടുക്കുന്നത്. ഹലോ. പറഞ്ഞോളൂ. കേൾക്കാം. എന്റെ ഒരു സുഹൃത്ത് വഴി KSRTC-യിൽ തന്നെ, ഞാൻ KSRTC-യിൽ ഡ്രൈവറായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു അവസരം എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്കിത് അറിയാൻ കഴിയുകയും എന്താണെന്ന് മനസ്സിലാക്കാൻ പോയി അന്ന് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇതിലേക്കടുത്ത് തൊളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പം. ഈ തൊളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു DP-യും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഈ മോദി കെയർ അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു അവസരമാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അപ്പൊ സാറ് എന്നെ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ അനുഭവ സമ്പത്താണല്ലോ ഓരോന്നിന്റെയും ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം വർഷങ്ങള് പരിചയമാണ് നമുക്ക് മോദി കെയറിന്റെ താഴ്ചയിലും ഉയർച്ചയിലും ഉള്ള, അതിൽ കൂടെ പടുത്തുയർത്തി വന്ന ഒരു സാമ്രാജ്യമാണ് ഇന്നിപ്പം തൊളിക്കോട് എൻ്റെ DP എന്ന് ഞാൻ കണക്കാക്കുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബിസിനസ് വരുമ്പോൾ എൻ്റെ കൂടെ വന്നവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. പക്ഷെ ഞാൻ അവിടെ തളർന്നില്ല, അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ചിലരൊക്കെ ഈ ബിസിനസ്സിൽ നിന്ന് വിട്ട് വേറെ ബിസിനസ്സിലേക്ക് പോയി. അവരിപ്പം ഈ മോഡിക്കൽ കാണാനല്ല, ആ പോയ ബിസിനസ്സിലും കാണാനില്ല. അപ്പൊ സ്റ്റില്ലായിട്ട് മോദി കെയർ കമ്പനിയെ വിശ്വസിച്ച് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നും മോദി കെയറിൽ കൂടെ പല വിജയങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങളെ ഞാൻ പറയാം. ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് വിജയം സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. പ്രിപ്പയർ ആൻഡ് ക്രിയേറ്റ് സക്സസ്, അതാണ് ഇന്നത്തെ ഒരു സബ്ജക്റ്റ്. സാർ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുമ്പോഴായിരുന്നു എനിക്കത് തോന്നിയത്. ഓക്കെ സാർ, താങ്ക് യു. ഈ അവസരം എനിക്ക് തന്നതിന് സാറിനോട് നന്ദി പറയുന്നു. ഓക്കെ, ഇവിടെ മോദി കെയർ എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് മുമ്പാണ് നമ്മൾ ഇരിക്കുന്നത്.
നമ്മൾ മോദി കെയർ അല്ല, മറ്റു ഏതൊരു സംരംഭത്തിലായാലും നമുക്ക് വിജയം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ശരിയായ ഒരു റൺവേ കൂടെ തന്നെ പോയാലേ ആ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ മോദി കെയർ എന്നുള്ള അവസരം നമുക്ക് കൈ കിട്ടി, നമ്മൾ മോദി കെയറിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു, 5 പേർ കൊടുക്കുന്നു, അല്ലെങ്കിൽ 5 പേരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് നമുക്ക് വിജയം നേടാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇതിനകത്തൊരു നല്ലൊരു വിജയം ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ആൻഡ് ക്രിയേറ്റ് സക്സസ്, അതൊരു മെയിൻ ഘടകമാണ്. വിജയം സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു 4-5 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഇതിനകത്തുള്ള. അതിന്റെ ആദ്യത്താണ് സെറ്റ് ദി റൺ വേ, ദെൻ ടേക്ക് ഓഫ്. ഇപ്പം ഒരു വിമാനം പറക്കാൻ വേണ്ടി ഒരു റൺവേ വേണം. പറപ്പിക്കാൻ വേണ്ടി വൈമാനികനും ഉണ്ട്, വിമാനവും ഉണ്ട്. പക്ഷെ റൺവേ ഇല്ലാതെ നമുക്ക് വിമാനം പറപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പം മോദി കെയർ എന്ന് പറയുന്ന വിമാനം നമ്മളെ കൈവശമുണ്ട്. വിജയം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു റൺവേ ഇല്ലാതെ ഒരിക്കലും വിജയം എന്ന വിമാനത്തിലെ നമുക്ക് പറപ്പിക്കാൻ കഴിയില്ല. മോദി കെയർ എന്ന് പറഞ്ഞ വിജയം ഉണ്ടാകാൻ നമുക്ക് പറന്നു കയറണമെങ്കിൽ പറക്കാൻ മോദി കെയർ എന്ന വിമാനം ഇവിടെ റെഡിയാണ്. അപ്പൊ പറക്കാൻ നമ്മൾ റെഡിയാണ്. പക്ഷേ റൺവേ ഇല്ലാതെ വിമാനം പറത്താൻ കഴിയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അതുകൊണ്ട് ആദ്യം നമ്മൾ റൺവേ സൃഷ്ടിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ റൺവേ സൃഷ്ടിക്കുന്നത്? അതായത് രണ്ടാമത്തെ പോയിന്റ്, സെറ്റ് ആൻഡ് ഇൻസ്പിറേഷൻ ഗോൾ. നമുക്ക് പ്രചോദനമായിട്ടുള്ള ഒരു ഗോൾ നമുക്ക് മോദി കെയറിൽ ഇന്നത് നേടണം എന്ന് നമ്മുടെ മനസ്സിൽ ഒരു പ്രചോദനമുള്ള ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം ആദ്യം. നമുക്ക് പല ഗോളുകളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. മോദി കെയർ വഴി വന്നാൽ നമുക്ക് ഒരു മാസം 1000 രൂപ കിട്ടണം. ഇപ്പൊ ഞാനും അങ്ങനെയായിരുന്നു. എനിക്ക് മോദി കെയറിൽ ഒരു മാസം 1000 രൂപ ഒരു എക്സ്ട്രാ ഇൻകം വാങ്ങണമെന്നുള്ള ഇതിലാണ് ഞാൻ ആദ്യം മോദി കെയറിൽ വരുന്നത്. പക്ഷെ അത് നമ്മൾ വന്ന മോദി കെയർ വഴി അതുവഴി ആ ഇൻകം നമുക്ക് കിട്ടി. അപ്പൊ അതുവഴി നമുക്ക് ഈ മോദി കെയറിൽ കൂടെ ഒരു അവസരം നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വരുമാനം നമുക്ക് കിട്ടുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് സ്വയം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു പ്രചോദനം ഉണ്ടായി. എന്താണ്? ഒന്നോ രണ്ടോ ഗോൾ നമുക്ക് അതെങ്ങനെ നമ്മളെ മനസ്സിന് പ്രചോദനമുള്ള ഗോളുകൾ നമ്മൾ സൃഷ്ടിക്കണം. ഹലോ കേൾക്കാമോ? കേൾക്കാം. അപ്പൊ നമുക്ക് നമുക്ക് 1-2 ഗോളുകൾ നമുക്ക് ചെറിയ ഗോളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും അല്ല. നമുക്ക് പറന്നു ഉയരണമെങ്കിൽ നമ്മൾ വലിയ ഗോളുകൾ തന്നെ നമ്മളെ മനസ്സിലുണ്ടാകും. കാരണം നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണുക, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ എന്റെ മുന്നിൽ വന്നപ്പോ എനിക്ക് ഒരു മാസം 500-1000 രൂപ വേണമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് അത് കിട്ടിത്തുടങ്ങിയപ്പോ എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയൊരു പ്രചോദനമായി ഇതിനകത്ത് വന്നത്, എൻ്റെ വീടെന്ന് പറയുന്നത് നമ്മുടെ പൊന്മുടി റോഡിനോട് ചേർന്നാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. അപ്പൊ അതിനോട് ചേർന്ന് ഒരു 2 സെന്റ് വീടും അതിന് എൻ്റെ ഭൂമിയോട് ചേർന്ന് തന്നെ സൈഡിലായിട്ട് ഉണ്ട്. അപ്പൊ അവര് ഏത് നിമിഷവും കൊടുക്കുമെന്നുള്ള ഒരിത് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് വാങ്ങണം. പക്ഷെ എനിക്ക് വാങ്ങാനുള്ള അവസരമുണ്ടോ? ഇല്ല. കാരണം KSRTC കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മളെ ജീവിതം മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് മോദി കെയറിന് അവസരം എനിക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ എൻ്റെ ഈ താമസിക്കുന്ന സ്ഥലമായിട്ട് തൊട്ടടുത്തൊരു 1 ഏക്കർ റബ്ബർ പുരയിടവും ഇങ്ങനെ കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും എനിക്ക് വാങ്ങണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. പക്ഷെ എനിക്ക് രണ്ടും വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. പക്ഷെ എനിക്ക് അവസരമുണ്ട്.
എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ഗോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തു. എനിക്ക് മോദി കെയർ വഴി ഇത് രണ്ടും എനിക്ക് വാങ്ങണം എന്നുള്ള ഒരു ഗോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും എനിക്ക് ഇത് രണ്ടും വാങ്ങാൻ കഴിയുകയും ചെയ്തു. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഈ പ്രസന്റേഷൻ ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന എൻ്റെ 2 ഗോളിൽ ഒരു ഗോളായ ആ ട്രിവാൻഡ്രം പൊന്മുടി റോഡിൽ ഉള്ള ആ ഭൂമിയിൽ ആണ് എൻ്റെ DP പ്രവർത്തിക്കുന്നത്. ആ 2 സെന്റും വീട് ഞാൻ വാങ്ങി അതിലാണ് ഈ എൻ്റെ DP പ്രവർത്തിക്കുന്നത്. അതിലിരുന്നാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വിശ്വാസം നമുക്ക് വേണം, നമുക്കിത് നടക്കും. മോദി കെയർ എന്നുള്ള കമ്പനി വഴി നമുക്കിത് മുന്നോട്ട് പോയാൽ നമുക്കിത് നേടാൻ കഴിയും. കാര്യം എൻ്റെ ലീഡേഴ്സ് അന്ന് സ്ഥിരമായിട്ട് ഞാൻ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇന്ന കണക്കുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നേടിയെടുക്കാൻ പറ്റും. നേടിയെടുത്ത ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് ഇന്ന ആൾക്കാർ നേടിയിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് മുന്നേ അവർ കാണിച്ചു തന്നു. അപ്പൊ എനിക്കത് നേടാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ ആ മൈൻഡ് സെറ്റിലേക്ക് മാറി. ആ ഗോൾ ഞാൻ സെറ്റ് ചെയ്തു. എനിക്ക് ഞാൻ ഈ പറഞ്ഞ 2 ഗോളും എനിക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്തുകൊണ്ടാണ് നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് അടുത്ത പോയിന്റാണ്. 100% 100% ഇൻവോൾവ്മെന്റ്. എന്താണ് 100% ഇൻവോൾവ്മെന്റ്? മോദി കെയർ എന്ന് പറഞ്ഞ അവസരം നമുക്ക് കിട്ടി, പക്ഷെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് 100% നമ്മൾ ഒരു യൂസർ ആവുകയും അതോടൊപ്പം തന്നെ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കുകയും പ്രോഡക്റ്റിന്റെ സവിശേഷത മനസ്സിലാക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 100% ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടും. ഈ അറിവ് നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ കമ്പനി പ്രോഗ്രാം, കമ്പനി മീറ്റിംഗ്, പിന്നെ പ്രോഡക്റ്റ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ചില മീറ്റിങ്ങുകളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ വെച്ച് 10,000-7,000 രൂപ കൊടുത്ത് നമുക്ക് 2 ദിവസം കിട്ടുന്ന ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ദർശിക്കാൻ പറ്റാത്ത വില്ലിയിലങ് എന്ന് പറയുന്ന ചൈനയിലെ ഒരു നല്ലൊരു ട്രെയിനർ, അദ്ദേഹത്തിന്റെ ഒക്കെ ട്രെയിനിങ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയ ആളാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ ഇപ്പോഴും ഒരു 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 പ്രചോദനമായിട്ട് നിൽക്കുന്നത്. അപ്പൊ 100% നമ്മൾ മോദി കെയർ നമ്മൾ 100% ഇൻവോൾവ്മെന്റ് ആയി നിന്നാലേ നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ ആ ഗോൾ സെറ്റിങ്ങും അതുപോലെ തന്നെ നമ്മളെ വിജയത്തിന്റെ വഴികൾ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അടുത്ത പോയിന്റ് യൂട്ടിലൈസേഷൻ ഓഫ് മാക്സിമം റിസോഴ്സ്. അതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. കാരണം നമുക്ക് നല്ലൊരു ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. 100% നമ്മൾ മോഡി കെയർ ഇൻവോൾവ്മെന്റ് ആണ്. മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയാം, അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാം അറിയാം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. പക്ഷെ നമുക്ക് പരിചയം ഉള്ള 10, 100, 500, 1000 പേര് നമുക്കുണ്ട്. കാരണം നമുക്ക് കൂടെ പഠിച്ചവര്, നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയക്കാർ, നാട്ടുകാർ, ഇങ്ങനെയുള്ള 10,000 പേര് നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഈ 1000 പേര് മുന്നിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊരു വിവാഹം അല്ല അത് കണക്കുള്ള ഒരു ആവശ്യം വന്നാൽ നമ്മൾ ഒരു കത്തൊക്കെ അടിച്ച് ലിസ്റ്റൊക്കെ എഴുതി ഈ 1000 പേരെ നമ്മൾ പോയി വിളിക്കും. നേരെ മറിച്ച് മോദി കെയർ എന്നുള്ള അവസരം നമ്മൾ എത്ര പേരെ പറയുന്നുണ്ട്? നമ്മൾ 10, 50 അല്ലെങ്കിൽ അതിൽ താഴെ ആൾക്കാരിൽ മാത്രമേ നമ്മൾ മോദി കെയർ അവസരം എത്തിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ 100% നമ്മൾ ഈ പറയുന്ന നമുക്ക് മാക്സിമം നമ്മളിൽ പരിചയമുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയക്കാർ, കൂടെ പഠിച്ചവർ, അവരിലേക്ക് നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പ്രോഡക്റ്റിനെയും ബിസിനസ്സിനെയും ഇതിന്റെ അവസരം നമ്മൾ അവരിലേക്ക് എത്തിക്കുമ്പോഴാണ് അടുത്തൊരു പ്രശ്നം വരുന്നത്. കീപ് യുവർ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ്. നമുക്ക് 2 ദിവസത്തിന് മുമ്പ് മനോജ് സാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ മൈൻഡ് സെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് 2 ദിവസം മുമ്പ്.
അപ്പൊ നമ്മൾ ഈ മോദി കെയറിന്റെ ബിസിനസ് അവസരവും മോദി കെയർ ഇന്ന ആള് വിജയിച്ചിട്ടുണ്ട്, മോദി കെയറിൽ ഇന്ന പ്രോഡക്റ്റ് ഉണ്ട്, മോദി കെയർ ഇന്നതാണ് എന്ന് പറയും നമ്മളൊരു സുഹൃത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. ആ സുഹൃത്ത് അപ്പോഴേ പറയടേ ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളത് തന്നെ കേട്ടാ എന്ന് പറയുമ്പോഴേ നമ്മളെ മൈൻഡ് പെട്ടെന്ന് സെറ്റ് ബാക്ക് ആവും അല്ലേ? അപ്പോഴേ നമ്മളെ മൈൻഡ് നല്ല മോട്ടിവേഷനിലാണ് ഈ നമ്മുടെ സുഹൃത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പം ഈ പലതരത്തില് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തിന്റെ പോയി പറയുമ്പം നമ്മളെ മൈൻഡ് പെട്ടെന്ന് നമ്മുടെ സുഹൃത്ത് നമ്മളെ അങ്ങനെയാണല്ലേ, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേടേ എന്ന് നമ്മളെ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് ബാക്ക് ആകും. ഒരു കാരണവശാലും നമ്മളെ മൈൻഡ് സെറ്റ് ബാക്ക് ആവാൻ പാടില്ല. നമ്മൾ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിലേക്ക് മാറണം. നമ്മളെ മൈൻഡ് ഒരു കാരണവശാലും ആവാൻ പാടില്ല. നമ്മളെ മൈൻഡ് പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നമ്മൾ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിലേക്ക് വരണം. എങ്കിലേ നമുക്ക് പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ സുഹൃത്ത് നമ്മളെ പറയുന്നത് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇതൊക്കെ പലരും ഇങ്ങനെ പറയും, പലരും ഈ ബിസിനസ് ഒക്കെ പറയും, പക്ഷെ ഇതൊന്നും നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റിലേക്ക് മാറും. ഒരു കാരണവശാലും നമ്മൾ ആ മൈൻഡ് സെറ്റിലേക്ക് പോകില്ല, നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറും. അപ്പോൾ അടുത്ത ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോകുമ്പോൾ ഫോക്കസ് ഓൺ ടീം സക്സസ്. മോദി കെയറില് നമ്മള് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോയി നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ. അപ്പൊ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടീം സക്സസ് ആണ്. അപ്പൊ ടീം സക്സസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരാള് മാത്രം വിചാരിച്ചാൽ പോകാൻ കഴിയില്ല. മോദി കെയറിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം മോദി കെയറിൽ വിജയിക്കാൻ പറ്റും. പക്ഷെ അവിടെ അങ്ങനെയല്ല. മോദി കെയറിൽ വിജയം വരണമെങ്കിൽ നമ്മുടെ ടീമിന്റെ വിജയമാണ് മോദി കെയറിന്റെ വിജയം. അപ്പൊ മോദി കെയർ ഏറ്റെടുക്കുന്ന ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടീം നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് വിജയിക്കാം. നമ്മുടെ ടീമിലുള്ള ആൾക്കാർ വിജയിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിജയിക്കാൻ കഴിയും. അപ്പൊ അത് നമ്മൾ നമ്മളൊരു ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ഇതനുസരിച്ച് പുതിയ പ്ലാൻ നമ്മളൊരു 4 ടീമിനെ ഉണ്ടാക്കുക. ആ 4 ടീമില് ഓരോ ടീമിനും ഒരു മാസം നമുക്ക് 500 രൂപ അവർക്കൊരു ഇൻകം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് 5000 രൂപ മിനിമം ഒരു ഇൻകം വരണം. നമ്മൾ ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്ക് നമ്മൾ വരിക. കാര്യം നമ്മളെ താഴെ വരുന്ന ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് വരുമാനം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുമാനം. ഈ 4 പേർക്കും ഓരോരുത്തർക്കും 5000 രൂപയുടെ ഇൻകം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്ലാറ്റിനം ഡയറക്ടർ എന്നുള്ള പൊസിഷനെത്തും മിനിമം 5000 ഇൻകം കിട്ടാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ഇതാണ് ടീം സക്സസ് എന്ന് പറയുന്നത്. കാര്യം നമുക്ക് മാത്രം വിജയിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാരണവശാലും പ്രയത്നിക്കേണ്ട. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുമാനം വരും. അപ്പൊ ഈ 6 കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതാണ് പ്രിപ്പയർ ആൻഡ് ക്രിയേറ്റ് സക്സസ് എന്ന് പറയുന്നത്. ഇന്ന് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പകർന്നത്. അത് മാക്സിമം പൂർണ്ണമായിട്ട് 100% നമ്മൾ മോദി കെയറിലേക്ക് വിശ്വസിച്ച് ഈ അവസരം പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് എല്ലാവർക്കും വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മോദി കെയർ വഴി നല്ലൊരു അവസരം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ഈ നല്ലൊരു പ്രോഗ്രാമിൽ എനിക്ക് എന്തൊക്കെ പറയണമെന്ന് തോന്നുന്നു. ഇത്രയും പറയണം പറ നല്ല മോണിക്കർ എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമാണ്. എന്റെ പേര് ലൈല നാസർ ഖാൻ. ഒരുപക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കാം നമുക്ക് ലീഡേഴ്സ് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മളത് സാറ് പറയും പോലെ തിരിച്ചറിവ് നമുക്കുണ്ടാവില്ല. അറിവ് ഉണ്ടാവും, പക്ഷെ തിരിച്ചറിവ് നമുക്കറിയില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ലീഡേഴ്സ് പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലെ ഉള്ളതും ഊർജം തരുന്നത്. നമുക്ക് ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ തന്നെ അതിൽ ഒത്തിരി ഊർജം ഉണ്ടാവും. അത് ഒരു ദിവസത്തേക്ക് വരെ ഉണ്ടാവും, അടുത്ത പ്രോഗ്രാം കിട്ടുന്നത് വരെ അതുണ്ടാവും. അത് നിരന്തരമായി നമുക്ക് ആവശ്യമാണ്. ഇല്ല, ഓടിക്കയറുന്ന ഒരു കൂട്ടായ്മയാണ്, സന്തോഷത്തോടെ കിട്ടുന്ന ഒരു അധിക വരുമാനം മറ്റ് ബിസിനസ് പോലെ അല്ല. ഇതൊരു കൂട്ടായ്മയായിട്ടുള്ള ഒരു സന്തോഷം തന്നെയാണ് മോദിക്കർ എന്ന് പറഞ്ഞാൽ. പരമാവധി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അങ്ങനെ ഒരു വേദി ഒരുക്കുന്ന നമ്മുടെ ലീഡേഴ്സിനെ നമ്മൾ അഭിനന്ദിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ വീണ്ടും തരാനുള്ള അവസരങ്ങളും അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയവും ഒക്കെ നമുക്ക് ലഭിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കുടുംബം ഒരു സന്തോഷത്തോടെ പോവാൻ കഴിയുന്നത്. ഇതില് എന്തോ ട്രെയിനിങ്ങും നിരവധി ട്രെയിനിങ്ങൾ ഈ KSRTC-യിലായിരുന്നപ്പോ ഒന്നിടവിട്ടുള്ള ജോലിക്ക് പോയാൽ മതിയായിരുന്നു. ആ സമയങ്ങളിൽ ഒന്നിടവിട്ടുള്ള പ്രോഗ്രാം നിരന്തരം അറ്റൻഡ് ചെയ്തു. നമ്മൾ അന്ന് വിചാരിച്ച് നമ്മൾ ഇനി പഠിക്കാൻ എന്തോ ഇരിക്കുന്നു ബിസിനസ്സിലൊക്കെ എന്ന് വിചാരിച്ചു. പക്ഷെ 1-2 ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ മാത്രമാണ് ഇത് നല്ലതാണ്. ഒപ്പം നല്ല പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ. നിരവധി അസുഖങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ കഴിഞ്ഞു. ഓരോ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു കുളിർമയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് നമുക്ക് അപ്പൊ ഞാൻ എന്നെ നോക്കും, ഞാനാണോ ഇതൊക്കെ കാണിക്കുന്നത് എന്ന്. പിന്നെ നമുക്ക് ഈ DP-യിലാണ് ഇരിക്കുന്നത്. അത് സ്വന്തമായി നമ്മളെ വീടിനോട് ചേർന്നുള്ളത് പറഞ്ഞല്ലോ, നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയതാണ്. അതുപോലെ ഒരു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങാൻ കഴിഞ്ഞു. പിന്നെ ലീഡേഴ്സിനൊപ്പം അടിച്ച് പൊളിച്ച് ടൂർ പ്രോഗ്രാമിനൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഈ പ്രോഗ്രാം കേട്ടപ്പോൾ എനിക്ക് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിപ്പോയതാണ്. അതുകൊണ്ട് മോണിക്കർ എല്ലാവരും ശ്രമിക്കുക, കൂടുതൽ ക്ലാസ്സുകൾ. പിന്നെ പ്രോഡക്റ്റ് നമ്മൾ ആദ്യമൊക്കെ എന്റെ തെറ്റിദ്ധാരണ എന്ന് വെച്ചാല് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ട, നമുക്ക് വിറ്റഴിക്കാം എന്നായിരുന്നു എന്റെ ആദ്യത്തെ തീരുമാനം, തോന്നല്. പിന്നീട് അത് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ശരിക്കും അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതും നമുക്ക് തന്നെ എല്ലാ പ്രോഡക്റ്റും ഉപയോഗിച്ചാൽ ലോയൽറ്റി വഴി നമുക്ക് ഫ്രീ ആയിട്ട് നല്ലവണ്ണം ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇതുപോലെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് മോദിക്ക്. താങ്ക് യു മാം. താങ്ക് യു ലൈല മാം. വളരെ വളരെ സാറിന്റെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം നമ്മളെ ലൈല മാമാണ്. യഥാർത്ഥത്തിൽ ഒരു വിജയിച്ച പുരുഷന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. താങ്ക് യു വെരി മച്ച്.